ഇതൊരു അസംബിൾ ചെയ്ത കാർ സ്റ്റീരിയോ ആണ്. അത് സ്റ്റീരിയോ 2.1 അല്ല, സ്റ്റീരിയോ 2 ചാനലാണ്. എല്ലാ 4440 IC ഉപയോഗിച്ച ഒരു കാർ സ്റ്റീരിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചാനൽ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു IC പോയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ചാനലിലെ IC ആണ് കംപ്ലൈൻ്റ് ഉള്ളത്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സ്ക്രൂ ബട്ടൺ അയച്ച്. പിന്നെ അത് കൂടാതെ ഈ കപ്പാസിറ്റർ നോക്കിയാൽ ഇതിവിടെ ആടി കളിക്കുക. അതായത് ഇതിൻ്റെ ഒരു ലീഡ് ഇളകിയിട്ട് ഫുള്ള് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് പൊരിഞ്ഞ് പോന്നിട്ടുണ്ട്. നോക്കിയാൽ അപ്പോൾ വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ ഒരു ഡീസോൾഡറിങ്ങിൻ്റെ ഒരു എളുപ്പവഴിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് ഈ IC മാറ്റുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോകാം, അറിയാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതായത് ഈ ഡീസോൾഡർ വിക്ക് ഉപയോഗിച്ചാലും പമ്പ് ഉപയോഗിച്ചാലും ഈ ഏരിയ മൊത്തം അധിക പേരും അതായത് തുടക്കക്കാരാണ് കൂടുതലായിട്ടും അത് നശിപ്പിക്കുന്നത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ആവുന്നവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, അതായത് ഈ പ്രിൻ്റൊക്കെ പൊളിഞ്ഞ് പോകുന്നത് സ്വാഭാവികമാണ്. പിന്നെ നമ്മൾ പഠിച്ച് വരുമ്പോഴാണ് കൂടുതൽ നല്ല രീതിയിൽ ഡീസോൾഡറിങ്ങും സോൾഡറിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സോൾഡറിങ്ങാണ് ഉപയോഗിച്ച് ജസ്റ്റ് ഹീറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ പുതിയ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അത് അയക്കാനുള്ള എളുപ്പത്തിന് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ICയുടെ പിൻ ബാക്ക് സൈഡിൽ നിന്ന്, അതായത് ICയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇവിടെ ഒരു പുഷ് കൊടുക്കും. അതായത് IC നമ്മൾ ചൂടാക്കുമ്പോൾ ഇവിടെ പൊങ്ങി പോകാൻ വേണ്ടി ഈ രീതിയിൽ ഒരു പുഷ്, അതായത് ഒരു ലിവർ ഇട്ട് പൊക്കണ അതേ ഒരു സ്വഭാവം, ഒരു ചെറിയൊരു പുഷ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റായി കൊടുത്താൽ മതി. ICയുടെ ഊരി പോരും. അപ്പോൾ അത് ഈ സിങ്ക് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ICയുടെ സിങ്ക് കൊണ്ട് അയച്ചു കളയാം. അപ്പോൾ കണ്ട ഇതൊരു ഭാഗം പൊങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ പലരും എന്നെ വാട്സപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഇത് എൻ്റെ കയ്യിൽ ടൂൾ ഇതേ ഉള്ളൂ, സോൾഡറിംഗ് ആൻഡ് മാത്രമേ ഉള്ളൂ, വിക്ക് എന്ന് പറഞ്ഞ സാധനമില്ല, ഡീസോൾഡർ പമ്പ് വാങ്ങാനുള്ള പൈസയില്ല, അല്ലെങ്കിൽ കിട്ടാനില്ല, അങ്ങനെയൊക്കെയുള്ള, അതായത് പുതിയ പഠിക്കുന്നവർക്ക് അതൊക്കെ ഒരു പ്രയാസമുള്ള കാര്യമാണല്ലോ അതൊക്കെ ഒപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഉള്ളൊരു എളുപ്പവഴിയായിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു പ്രൊഫഷണൽ രീതി അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ഒരു എളുപ്പത്തിന് ഒരു പെട്ടെന്ന് ഒരു വർക്ക് തീർത്ത് കൊടുക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അത്യാഹിത ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതാരും ഒരു പ്രൊഫഷണൽ രീതിയായിട്ട് കണക്കാക്കരുത്. അപ്പോൾ IC അങ്ങോട്ട് പോന്നിട്ടുണ്ട്, നല്ല ചൂടായിരിക്കും. ഇതുപോലെ ഒന്നും പെട്ടെന്ന് എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ IC ആണ് നമുക്ക് ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് മാറ്റാനുള്ളത്. ഇല്ലേ 4440. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ പ്രിൻ്റാണ്. അപ്പോൾ പ്രിൻ്റ് ഈ ഹോൾസ് മൊത്തം ക്ലീൻ ആയിരിക്കണം. അതായത് ഇനി ക്ലീൻ അല്ലെങ്കിലോ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത IC വെക്കാൻ. എൻ്റെ കയ്യിൽ ഡീസോൾഡർ വിക്കുണ്ട്, പമ്പുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ അതിങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് കാണിക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതായത് ആരും എളുപ്പവഴികൾ പഠിച്ചു വെക്കരുത്. എളുപ്പവഴി അറിയുന്നത് വളരെ നല്ലതാണ്. കാരണം എളുപ്പവഴി നമുക്ക് ചില സമയത്ത് നമുക്കതൊരു ഉപകാരമാവും. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് പരിപാടി ഫ്ലെക്സ് ഉപയോഗിക്കുക. അത് കാണിച്ചു തരാം. ഇനി ജസ്റ്റ് ആ IC അയച്ച ഭാഗത്ത് ഒന്ന് ഫ്ലെക്സ് തൊട്ട് തേച്ചേക്കുക. എന്നിട്ട് ഈ അയൺ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്കിവിടെ ഇപ്പോൾ ഫ്ലെക്സിൻ്റെ ആ ഒരു വൃത്തികേടായിട്ടില്ല. പമ്പ് ഉപയോഗിക്കുമ്പോൾ പരിക്ക് വരും, വിക്ക് ഉപയോഗിക്കുമ്പോൾ പരിക്ക് വരും. ഇത് യാതൊരു പരിക്കുമില്ല. ഇനി ഇത് ക്ലീൻ ചെയ്യേണ്ടത് തിന്നർ ഉപയോഗിച്ചാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അതൊന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും ഇവിടെ നിന്ന്. അപ്പോൾ ഇതാണ് തിന്നർ, NC തിന്നർ. അപ്പോൾ തിന്നറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പല്ല് തേപ്പ് ശീലമുള്ളവർക്ക് എന്തായാലും ഇതുപോലെ പഴയ ബ്രഷ് വീട്ടിലുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് തിന്നർ അയച്ചിട്ട് ജസ്റ്റ് ഈ ബ്രഷ് ഒന്ന് ഇങ്ങനെ മുക്കിയെടുത്താൽ മതി. അത്രയും നമുക്ക് അവിടെ ഒന്ന് വടിച്ചുകൊണ്ട് എടുത്താൽ ക്ലിയർ. അത് ക്യാമറയിലൊക്കെ തെറിച്ചാൽ, ഫോണുമ്പിലൊക്കെ തെറിച്ചാൽ അത് ഭയങ്കര പാട് വരും, അതായത് പോവില്ല പിന്നെ. അപ്പോൾ ഈ രീതിയിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫാസ്റ്റായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തേക്കുക. ഇതേപോലെ ബ്രഷ് ചെയ്യുക. ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് പണ്ടേ ഉപയോഗിച്ച് വരുന്നതാണ്. ഇപ്പോൾ ആ IC അഴിച്ച ഭാഗം നിങ്ങൾ നോക്കിയേ, വിക്ക് ഉപയോഗിച്ച് അയച്ചാലും പമ്പ് ഉപയോഗിച്ച് അയച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും നീറ്റ് കിട്ടില്ല. പക്ഷേ അത് ആ ഒരു പഴയ എക്സ്പീരിയൻസ് വേണം. അതായത് കുറച്ച് പരിചയമാവുന്നത് വരെ എങ്ങനെ ഉരിയാലും പ്രിൻറ്റബിൾ ഈ ചെറിയ പ്രിൻ്റൊക്കെ പൊളിയാം. അപ്പോൾ ആ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഒരു ഷോർട്ട് ടിപ്പ് എന്ന നിലയ്ക്ക് ഒരു എളുപ്പവഴിക്ക് പെട്ടെന്ന് ഒരു IC വരും. അപ്പോൾ ഇങ്ങനെയുള്ള LA 4440
അതേപോലെ നമ്മളിതുപോലെ സിംഗിൾ ചിപ്പ് ടി വിയുടെ IC വരെ നമ്മളിതുപോലെ ഊരാറുണ്ട്. അതേപോലെ തന്നെ ഫിക്സിങ് ചെയ്യാറുണ്ട്. അപ്പോൾ 2030 IC, TDA7294 അങ്ങനെയുള്ള മോസ്ഫെറ്റുകൾ നമുക്ക് വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് 3 ലെഗ് ഈറ്റാക്കി ഒറ്റ വലിയ വലിച്ചാൽ അതിങ്ങോട്ട് പോരും. അപ്പോൾ ഈ രീതിയിൽ അയച്ചെടുക്കാം. ഇനി ഇത് IC മാറ്റി പുതിയ IC ഇടുക. അപ്പോൾ ഇതാണ് നമ്മൾ കംപ്ലൈൻ്റ് ആയിരുന്ന IC, ഇത് LA4440. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വാങ്ങിയതാണ് ഈ IC 4440 ആണ്. അത് എല്ലാ CD-യിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നേരെ പഴയ IC ഉള്ളതുകൊണ്ട് സിമ്പിളാണ്. അതല്ലെങ്കിലും സർക്യൂട്ടിൽ ഇത് നേരെ ബാക്കോട്ട് സിങ്കിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഭാഗം വരിക, ആ മെറ്റൽ ഭാഗം വരിക. അപ്പോൾ IC ഇട്ടിട്ട് സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് പരിപാടി ഹീറ്റ് സിങ്ക് ആദ്യം കൊടുക്കുക. ഇപ്പോൾ ഇത് വെച്ച് ഇതവിടെ ഫിക്സ് ചെയ്തില്ലേ, അപ്പോൾ ഹീറ്റ് സിങ്ക് കുടിക്കുന്നതിന് ശേഷം സോൾഡർ ചെയ്യുക. എന്നാൽ അത് ഈ ഹൈറ്റും മറ്റൊക്കെ കറക്റ്റ് ആയിരിക്കും, നമുക്ക് സോൾഡറിങ്ങും സുഖമായിരിക്കും. അപ്പോൾ എപ്പോഴും ഹീറ്റ് സിങ്ക് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ IC നോക്കിയാൽ പഴയ IC അത്, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അഴിച്ചെടുത്ത IC ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലൊന്നും കമ്പൗണ്ട് പേസ്റ്റ് ഇല്ല, ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇല്ല, തെർമൽ പേസ്റ്റ് എന്ത് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഏതൊരു ICയും ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് ഏത് ടൈപ്പ് ഹീറ്റ് സിങ്ക് പേസ്റ്റ് വേണം ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ഒരു പേസ്റ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ചൂടാവുന്ന സാധനമാണ്. ആ ചൂട് ആ മെറ്റൽ അലൂമിനിയത്തിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സിങ്ക് നമ്മൾ വെക്കുന്നത്. ആ ചൂട് ICയിൽ നിന്നും ആ മെറ്റലിലേക്ക് പോകണം. അപ്പോൾ അതിന് ആ തെർമൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈ തരം പേസ്റ്റാണ്. അത് ഉപയോഗിക്കാതെ വെറുതെ വെച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ അത് ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. ഇനി നമുക്ക് സിങ്ക് ഫിറ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സിങ്ക് വെച്ച് ഫസ്റ്റ് സ്ക്രൂ ചെയ്യുമ്പോൾ ഉറച്ച് നിൽക്കുന്ന, അതായത് സോൾഡർ ചെയ്തിട്ടുള്ള ICയുടെ സ്ക്രൂ ആദ്യം ചെയ്യാം, എന്നാൽ അത് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ IC ഫിക്സ് ചെയ്തു, ഇനി സോൾഡർ ചെയ്യാം. അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരു സിംഗിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു പതിവ്. അതായത് ഒരു പ്രാവശ്യം ഇപ്പോൾ ക്ലീൻ ചെയ്തില്ലേ ആ സോൾഡർ ചെയ്യുന്നതിന് മുമ്പ്, ഇനി ഒന്നും കൂടി ഇവിടെ ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ ഇടയിലുള്ള ആ ലെഡിനകത്തുള്ള ഫ്ലെക്സും മറ്റുമൊക്കെ ക്ലീൻ ആവും. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ തിന്നർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി അവിടെ ക്ലീൻ ചെയ്യുക. ഇപ്പോൾ അവിടെ ആ IC മാറ്റിയതിൻ്റെ യാതൊരു വിധ ട്രേസും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ടൂള്, ഏതെങ്കിലും ഒരു ടൂള് ശരിക്കും ഒരു സോൾഡറിങ് ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ നടക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ചൊക്കെ പണിയെടുത്തൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ കഴിയുന്നതും എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഈ പ്രിൻറ്റുകൾ പൊളിയാതെ ഇത് അയച്ചെടുക്കാൻ, ലെഡ് ഫുൾ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ക്ലിയറായിട്ട് നല്ല രീതിയിൽ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യം.